നെബിനായിട്ടൊരു ചെറിയ ബന്ധമായിരുന്നു, പക്ഷെ നല്ല കമ്പനി ആയിരുന്നു. പഠിക്കുന്ന ടൈമും ഭയങ്കര മടിയനാണ്, സ്നേഹിച്ചാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. അത്ര സപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയില്ലായിരുന്നു. കാരണം എല്ലാവർക്കും സാമാന്റെ ചിരി ഇഷ്ടമുള്ളൂ. നമ്മൾ അവിടെ അകത്തിരിക്കുമ്പോ ഒന്നും അറിയില്ലല്ലോ, എങ്ങനെയാ പുറത്ത് പോകുന്ന. ഹലോ ഹലോ, ബിഗ് ബോസ് കഴിഞ്ഞ് എന്ന് നാട്ടിലെത്തി? ഞാൻ ഇന്നലെ എത്തിയതുള്ളായിരുന്നു. അമ്മയാണല്ലേ? എങ്ങനെ ബിഗ് ബോസിൽ എങ്ങനെ ഉണ്ടായിരുന്നു മകൻ? അവന്റെ ഒറിജിനൽ ഇത് തന്നെ അവൻ. ബിഗ് ബോസിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? ബിഗ് ബോസിൽ ഞാൻ എല്ലാം കൂടെ 64 ദിവസം. ഇത്രയും ദിവസം നിൽക്കുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് പോയിട്ട് നിന്നത് നിങ്ങൾ തന്നെ അല്ലേ? 100ാമത്തെ ദിവസം വരെ പിടിച്ചു നിന്നത് വേറെ ആരുമില്ല. അവസാനമായിട്ടൊക്കെ നിൽക്കുമെന്ന് തോന്നി, പക്ഷെ എന്നാലും അവസാനമായപ്പോ പിന്നെ ഈ എവിക്റ്റ് ആവുന്നതിന്റെ ആ ഒരു വീക്കില് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്ന് തോന്നിയായിരുന്നു എനിക്ക്. ചുരുക്കി പറഞ്ഞാലേ PR വർക്ക് ഇല്ലാതെ ഒരു 64 ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ് അല്ലേ? അതിനെ കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നതിന്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ടഫായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ ഞാനൊന്നും അറിയുന്നില്ലല്ലോ എന്തോ അവസ്ഥയെന്ന് പുറത്ത്. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ആണ് സംഭവങ്ങളൊക്കെ അറിയുന്നത്. ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചില്ല അല്ലേ? കരുതിയില്ല, ഇങ്ങനെ ഇത്ര സപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയില്ലായിരുന്നു. കാരണം എല്ലാവർക്കും സാമാന്റെ ചിരി ഇഷ്ടമുള്ളൂ. നമ്മൾ അവിടെ അകത്തിരിക്കുമ്പോ ഒന്നും അറിയില്ലല്ലോ, എങ്ങനെയാ പുറത്ത് പോകുന്ന ഒന്നും അറിയില്ല. സാബുമോന്റെ ചിരി ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. വരുന്ന കമന്റ് കൂടുതൽ ഇതാണ്. പിന്നെ ഈ ബിഗ് ബോസ് സീസണിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരേ ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണ്. സീരിയസ് ആയിട്ട് അഭിമാനിക്കുന്നു. കാരണം ഒരാളും ഇങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. അയ്യോ അങ്ങനെയൊന്നുമില്ല, എന്തായാലും കുറ്റങ്ങളുണ്ട്. അതല്ല ബ്രോ, അങ്ങനെയല്ല കുറ്റം പറയുന്ന വെച്ചാൽ ഒരാള് ഇപ്പം ഒരുപാട് ഫാൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ബ്രോയെ മാത്രം ആരും കുറ്റം പറയാൻ കണ്ടിട്ടില്ല. എല്ലാവരും ആ ഒരു നല്ലൊരു ഇമേജ് ആണ് കിട്ടിയത് എന്തായാലും. അല്ല ഇത് തന്നെ പുള്ളി, ഇത് തന്നെ ഇവിടെ ആയാലും എപ്പോഴും നല്ല കൂളാണല്ലേ? ഒരു ടെൻഷൻ ഇല്ല, ഈഗോ ഇല്ല. ടെൻഷനൊക്കെ ഉണ്ട് തന്നെ, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. അല്ല മറ്റുള്ളവർക്ക് കോമ്പറ്റീഷൻ മൈൻഡ് അങ്ങനെ കുറെ കാര്യമുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് കാണുന്നോണ്ട് അറിയാം. അപ്പൊ ബ്രോയ്ക്ക് അങ്ങനെയൊന്നും, ബ്രോ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ വളർന്നാലും താഴ്ന്നാലും ബ്രോയെ ബാധിക്കുന്നില്ല. ഫ്യൂച്ചർ പ്ലാനൊക്കെ എന്താണ് ബ്രോ? എനിക്ക് കുറെ സിനിമാ മോഹങ്ങളുണ്ട്, പിന്നെ പരസ്യം ചെയ്യണം, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അപ്പം കാണാറുണ്ട്. അപ്പൊ അങ്ങനെ അത് തന്നെ ഫുഡ് ബ്ലോഗിങ് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യും. പക്ഷെ അന്ന് ചെയ്തതിനെക്കാട്ടി ഇനിയിപ്പം കുറച്ചുകൂടെ റീച്ച് ആണല്ലേ? ഇനി കുറച്ച് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി, അതൊരു നല്ല ബൂസ്റ്റ് ആയി. അങ്ങനെ അന്ന് ഇങ്ങനെ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? അന്ന് എനിക്ക് 27,000. പക്ഷെ ആ വീഡിയോസ് ഒക്കെ ഡാൻസ് ഒക്കെ വൈറലാണ്. കളിക്കുന്ന ഡാൻസ് ഒക്കെ അല്ലേ? ഡാൻസ് ഒക്കെ വൈറലാണ്. അതെ, ഞാൻ ഡാൻസ് കളിക്കും, പിന്നെ കുറച്ച് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. പക്ഷെ ഫിറ്റ്നസ് ഒക്കെ ഇപ്പൊ പോയി, ഇനി തിരിച്ചിനി പിടിക്കണം, അതാണ്. എന്തായാലും ബ്രോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര പോസിറ്റീവാണ് അല്ലേ? കൂടുതൽ പ്രേക്ഷകരിൽ എത്തിപ്പെടാൻ പറ്റും. അമ്മ എങ്ങനെ പഠിക്കുന്ന ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു മോൻ? പഠിക്കുന്ന ടൈമും ഭയങ്കര മടിയനാണ്, സ്നേഹിച്ചാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. ഇവനെ സ്നേഹിച്ചാൽ മാത്രമേ ആ സബ്ജക്ട് പഠിക്കുള്ളൂ. അതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ മോശമാണെങ്കിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ, ഇരുന്നങ്ങ് പഠിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ ഡാൻസ് കളിക്കാനും ഇങ്ങനെ അതൊക്കെ ഇഷ്ടം, കലാപരിപാടികളൊക്കെ ഇഷ്ടം. ബിഗ് ബോസിൽ എങ്ങനെ എത്തിപ്പെടുന്നത്? അയ്യോ, അതെനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, സോറി. എന്നാലും ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലേ? അതെ, എന്തായാലും ഇപ്പം നിങ്ങൾക്കിപ്പോൾ എന്തോ ഒരു മീഡിയ ഫീൽഡ് എന്റർടൈൻമെന്റിൽ കയറണമെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് ഒരു വലിയൊരു സംഭവമായിരിക്കും. പക്ഷെ വളരെ സൂക്ഷിച്ചും കണ്ടുപോയി കളിക്കണം, അല്ലെങ്കിൽ അറിയാലോ അതെങ്ങനെ വേണമെങ്കിലും തിരിയാം. അതെ അതെ, കൂട്ടത്തോടെ എല്ലാം ആക്രമിക്കപ്പെടാൻ എന്ത് സംഭവിക്കും, സൈബർ ആക്രമണം അങ്ങനെയുണ്ടല്ലേ? അത് വേറൊരു സംഭവം, സൈബർ ബുള്ളിങ് ഉണ്ട് കുറെ. എന്തായാലും എനിക്ക് ഭാഗ്യത്തിന് അത്ര പ്രശ്നമൊന്നും ഇല്ലാതെ, വലിയ പോറലൊന്നും ഇല്ലാതെ ഇറങ്ങി. ബ്രോ ആര് കപ്പടിക്കുമെന്ന് വിചാരിച്ചത്? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാൽ ആ ലാലേട്ടനെ ഇപ്പം അനീഷിനെയും അനുമോളെയും ഇങ്ങനെ കൈ പിടിച്ച് നിന്ന സമയത്ത് ആരെ കൈ പൊക്കുമെന്ന് വിചാരിച്ചു? അല്ലെ, ഭയങ്കര ടൈറ്റ് ആയിരുന്നു, പറയത്തില്ല. രണ്ടുപേർക്കും ഒടുക്കത്തെ ഫാൻ ബേസ് ആണ്. അതുകൊണ്ട് അല്ല ബ്രോയ്ക്ക് അത് അറിയത്തില്ല, അവിടെ വെച്ചോണ്ട് അറിയത്തില്ലല്ലോ. അല്ല, പക്ഷെ എനിക്കൊരു ഐഡിയ കിട്ടി ആ സമയം. നമ്മൾ ഇറങ്ങിയപ്പം ഒരു ഇത് കിട്ടിയായിരുന്നു, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. രണ്ടുപേർക്കും ഭയങ്കര ഫാൻസും ഭയങ്കര സപ്പോർട്ടും. രണ്ടുപേരും തുടക്കം മുതൽ അവസാനം വരെ അവർ രണ്ടുപേരും ആദ്യം കയറിയത് പോലും. ആദ്യത്തെ രണ്ടുപേരും ആ വീട്ടിൽ കയറാൻ, അതുപോലെ തന്നെ അവർ തന്നെ അതിന് അവസാനം ഇറങ്ങിയത്. അത് ഭയങ്കര ടൈറ്റായത്, അത് പറയാൻ പറ്റില്ല. രണ്ടുപേർക്ക് അവരുടേതായ കഴിവുകളും ഉണ്ടായിരുന്നു.
അതുകൊണ്ട് അവിടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതിൽ വ്യക്തിപരമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആരെയാണ്? അങ്ങനെ പറഞ്ഞ ആരുമായിട്ട് അത്രയും ബന്ധം വെച്ചിട്ടില്ല എനിക്ക്. അതാണ് ഒരു പ്ലസ് പോയിന്റ് ആയതല്ലേ? അതാണ് കൂടുതൽ അടുക്കം വേണം ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ലേ? പക്ഷെ എനിക്കിപ്പോ അടുപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അഭിലാഷ്, ഒനീൽ, പിന്നെ ആദില, നൂറ, നെബിനായിട്ടൊരു ചെറിയ ബന്ധമായിരുന്നു. പക്ഷെ നല്ല കമ്പനി ആയിരുന്നു. പിന്നെ എല്ലാവരും സത്യത്തിൽ അവസാനം നമ്മളെ ടോപ്പ് 8 അങ്ങനെയൊക്കെ ആയപ്പം അക്ബർ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അതെ, ആനുമോളായാലും ഷാനവാസ്ക ആയാലും പറയാനാണെങ്കിൽ കുറെ പേരുണ്ട്. അതാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ അത്രയും വലിയ ബന്ധം ആരുമായിട്ട് അവിടെ വെച്ചിട്ടില്ല. ഇനിയിപ്പോ മീറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണണം, പിന്നല്ലാതെ ഇത് നമുക്ക് ഒരു കുരുട്ട് ബുദ്ധി കുതന്ത്രമൊന്നും ഇല്ലാതെ ഒരു മീറ്റപ്പ് എല്ലാം കാണും.